അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ വി.ഡി. സതീശന്റെ നിർദ്ദേശം. ആറ്റിങ്ങൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ എസ്. ജവാദിനെതിരെയായിരുന്നു നടപടി വന്നത്. ഏഞ്ചൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിശദാംശമൊന്നും വേണ്ട. എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. ഞാൻ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വി.ഡി. സതീശൻ മേനോൻ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഈ നടപടി പിൻവലിക്കണം. അത് പിൻവലിക്കുക തന്നെ ചെയ്യും. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. എത്ര തന്നെ നോക്കിയാലും ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനമാണ് ആ അധ്യാപകൻ നടത്തിയത്. അത് ശരിയല്ല. ഇപ്പോഴൊരു മനുഷ്യന്റെ ജോലി കളയുന്നത്. അദ്ദേഹത്തിന് ഇതിന് ശേഷവും ജീവിക്കണം. റിട്ടയർഡ് ആവാൻ പോകുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് പെൻഷനൊക്കെ തടയുന്നൊരവസ്ഥയിലേക്കൊക്കെ ഈ സംഗതികളൊക്കെ എത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും സംഗതി ഇതിനെ പരാജയമായിട്ടൊന്നും വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരാളെ പുറത്താക്കുന്നു, ഇവിടെ LDF സമരം പ്രഖ്യാപിക്കുന്നു. അത് ഗംഭീരമായ സമരം ഇന്ന് കൊടുമ്പിരി കൊണ്ടു. അത് കണ്ടില്ലേ നിങ്ങൾ? ചിലപ്പോൾ അത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ചുമ്മാതെ അങ്ങോട്ട് ഇതൊക്കെ ഇവർക്ക് അങ്ങോട്ട് കിട്ടിയതാന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടാവുന്നേ. അപ്പൊ അത് വേണ്ടെന്നുള്ളതുകൊണ്ട് സമരം കണ്ടോളി. കണ്ടില്ലേ? ഒന്ന് ഓണാവിടോ. കണ്ടില്ലേ? ആ അധ്യാപകനെ വിരമിക്കാനാകെ 1 ദിവസം മാത്രമുള്ള സമയത്ത് പുറത്താക്കപ്പെട്ട ആ ഒരു അധ്യാപകനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സമരം മുഴുവൻ നടക്കുന്നത്. സോ ഇവിടെ എന്തായാലും അവസാനം ആ ഒരു സമരത്തിന് മുട്ടുമടക്കി വി.ഡി. സതീശൻ മേനോൻ സർക്കാരിന് ആ അധ്യാപകനെ വീണ്ടും സർവീസിൽ തിരിച്ചെടുക്കാൻ തീരുമാനമായിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ നിർത്തലാക്കപ്പെട്ട ഒരു പദ്ധതി ഉണ്ട്, കേരളത്തിനൊരു സ്പീഡ് പദ്ധതി കെ-റെയിൽ. അത് നിർത്തലാക്കി എന്ന് മാത്രമല്ല, ഇപ്പോഴിതാ പുതിയ പേരിൽ കെ-റെയിൽ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതിന് അതിവേഗ ട്രെയിൻ റെയിൽവേ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മെട്രോ മാനാണ് അതിന് ചുമതല കൊടുത്തിരിക്കുന്നത്. ഇവിടെ കെ-റെയിൽ വരുമെന്ന് പറഞ്ഞ സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നുള്ള വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ വി.ഡി. സതീശൻ മേനോൻ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്തായിരുന്നു എന്നൊന്ന് കേൾക്കണം. ഞാൻ 1 വർഷം മുമ്പ് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇവർ ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ ഒന്നിക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ഒന്നിച്ചാലും കേന്ദ്രത്തിന്റെ അനുമതി മേടിച്ച് ഇങ്ങോട്ട് വന്നാലും കെ-റെയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. കണ്ടില്ലേ? എന്തൊക്കെ തന്നെയായാലും അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുന്നത്. ഇവിടെ എന്തോ BJPയും CPM തമ്മിൽ ധാരണ ഉണ്ടാക്കി നടത്താൻ ശ്രമിക്കുന്ന പറഞ്ഞു. എന്തായാലും നടത്തൂല എന്നായിരുന്നു അന്നത്തെ ആള്. അന്നത്തെ എന്താ പറയാ ഭരണപക്ഷമായിരുന്നു LDFന്റെ. ഇപ്പോഴത്തെ നിലപാടെന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുനോക്കൂ. എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു 10-25 വർഷക്കാലത്തെ അപ്പുറത്തേക്ക് വളർച്ച ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത് കാസർഗോഡാണ്. അങ്ങനെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ പരിപാടികളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് വന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇതിനെ ഞങ്ങൾ അനുവദിക്കില്ല, ഒരു വികസനത്തിനെയും അനുവദിക്കില്ല എന്നുള്ള നിലപാടാണല്ലോ UDF എടുത്തത്. ഇങ്ങനെയൊരു പരിപാടി പോകണ്ടെന്നാണോ അടുത്ത പഠനത്തിന് വേണ്ടി പറയേണ്ടത്? പോകണം തന്നെ ഞങ്ങൾ പറയാം. അത് ആര് നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. കേരളത്തിൽ ഫലപ്രദമായും ഊർജ്ജസ്വലമായും ഈ വളർച്ചയെ വികാസത്തെ കണ്ടില്ലേ? ആ ഒരു പദ്ധതി വേണമെന്ന പേര് മാറ്റിയാലും പേര് മാറ്റിയിട്ടില്ലെങ്കിലും കേരളത്തിന് ഗുണകരമായ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് LDF പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LDF ഒരു വൻ മാതൃകയായിട്ട് മാറുകയാണ്. കോൺഗ്രസ്സുകാരൊക്കെ കണ്ടുപിടിക്കേണ്ടത് LDFന് തന്നെയാണ്. വെറുതെ കേരളത്തിന് ഗുണകരമായിട്ടുള്ള എല്ലാ പദ്ധതിക്കും തുരങ്കം വെക്കുക എന്നത് മാത്രമായിരുന്നു കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ദേശീയപാതയ്ക്കടക്കം നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ കൂടിയായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ മേനോൻ. പണ്ടത്തെ വി.ഡി. സതീശൻ അദ്ദേഹം വളരെയധികം എതിർത്തൊരു പദ്ധതി കൂടിയായിരുന്നു. പക്ഷെ അത് നടന്നില്ലേ? അങ്ങനെ ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഒരു പദ്ധതി, അതായത് അതിവേഗ ട്രെയിൻ എന്ന് പറയുന്ന സ്വപ്ന പദ്ധതിക്ക് തുടക്കമെങ്കിലും കുറിച്ചതുകൊണ്ട് അത് പരാജയപ്പെട്ടു പോയാലും അത് വേറെ പേരിൽ വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റിന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഇങ്ങനത്തെ ഒരു പദ്ധതി തുടങ്ങിയിട്ടില്ലേ എന്ന് വിചാരിക്കുക ഈ ഒരു LDF ഗവൺമെന്റ്. ഇങ്ങനത്തെ ഒരു സ്വപ്നം പോലും നമ്മൾക്കുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് പോലും മുന്നോട്ട് വെക്കില്ല എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്.
എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.